ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ നിരപരാധിത്വത്തെ കോടതി അംഗീകരിച്ചിട്ടും അവഹേളന പ്രസ്താവനകൾ നടത്തുന്നവർക്ക് മുന്നറിയിപ്പ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനായാലും മാധ്യമ ജഡ്ജിയായാലും. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ കോടതിയുടെ വിധിന്യായത്തെ അവഹേളിച്ച് സംസാരിച്ച് നീതിന്യായ കോടതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് നൽകിയതിന് SP S ഹരിശങ്കറിന് കോടതി നോട്ടീസ് അയച്ചു. ഹരിശങ്കർ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണം. നിലവിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഹരിശങ്കർ കോട്ടയം SP ആയിരിക്കുമ്പോഴായിരുന്നു ഫ്രാങ്കോ പിതാവ് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ട കന്യാസ്ത്രീ ബലാത്സംഗ കേസ് ഉണ്ടാകുന്നത്. ഫ്രാങ്കോ പിതാവ് പഞ്ചാബിൽ ജലന്ധർ രൂപതയുടെ ബിഷപ്പായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലാണ് ജില്ലയിലെ ഒരു മഠത്തിന്റെ പശ്ചാത്തലത്തിൽ തികച്ചും ആസൂത്രിതമായി പിതാവിനെ പ്രതി ചേർത്തത്. ഹരിശങ്കറായിരുന്നു അന്നത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത്. വിചാരണയിൽ അമ്പെ ദുർബലമായ വാദഗതികൾ നിരത്തിയ പ്രോസിക്യൂഷന് കള്ളക്കേസിൽ പ്രതിക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ 2022 ജനുവരി 14 കോട്ടയത്തെ 1-ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഫ്രാങ്കോ പിതാവിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയിൽ അസ്വസ്ഥനായ ഹരിശങ്കർ വിധി വളരെ നിർഭാഗ്യകരവും പ്രകൃതിവിരുദ്ധവുമാണെന്ന് പ്രതികരിച്ചുകൊണ്ട് കോടതിയുടെ അധികാരത്തെ പരസ്യമായി തരം താഴ്ത്തുന്ന തരത്തിൽ കോടതി വിധി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന തരത്തിൽ അങ്ങേയറ്റം അസാധാരണമായ വിധിയാണിതെന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പ്രസ്താവിച്ചതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഏറ്റുമാനൂർ സ്വദേശിയായ മുജീഷ് കെ മാത്യു എന്നയാൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ഹരിശങ്കറിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2023 മാർച്ച് 10 പുറപ്പെടുവിച്ച ഉത്തരവിൽ ഏപ്രിൽ 1-നകം നോട്ടീസിന് മറുപടി നൽകാനാണ് ജഡ്ജി KN സുജിത്തിന്റെ നിർദ്ദേശം. സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പിൽ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും അടക്കം കേസ് ഫയൽ സമർപ്പിച്ച് മൊഴി കൊടുക്കുന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജോലി പര്യവസാനിക്കും. പ്രതിയുടെയും പ്രോസിക്യൂഷന്റെയും വാദഗതികൾ പരിശോധിച്ചിട്ട് ന്യായാധിപൻ പറയുന്നതാണ് ആ കേസിലെ അന്തിമ വിധി. അത് ആർക്കും അനുകൂലമായി വന്നാലും എതിർകക്ഷിക്ക് അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകാമെന്നിരിക്കെ കോടതി വിധി ഇന്ത്യൻ നിയമചരിത്രത്തിലെ അത്ഭുതകരമായ ഒന്നാണെന്നും സത്യസന്ധമായി മൊഴി നൽകിയവർക്കുള്ള തിരിച്ചടിയാണെന്നും ഇരയുടെ മൊഴി ഉണ്ടായിട്ടും വിധി എതിരായത് നിർഭാഗ്യകരമാണെന്നും പ്രതിഭാഗത്തിന്റെ തെളിവുകൾ ദുർബലമായിരുന്നിട്ടും ഇത്തരത്തിലുള്ള വിധി നിർഭാഗ്യകരമാണെന്നും 100% ശിക്ഷ പ്രതീക്ഷിച്ചിരുന്ന കേസാണെന്നുമൊക്കെ പരസ്യമായ ഡയലോഗ് അടിച്ചുകൊണ്ട് തീർത്തും ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു കള്ളക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വിധിക്കെതിരെ രംഗത്ത് വരുന്നത് അപൂർവ സംഭവമാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു സാക്ഷി പോലും കൂറുമാറാതെ പിതാവിനെതിരെ കൃത്യമായി സാക്ഷി പറഞ്ഞിട്ടും കുറ്റകൃത്യം നടന്നെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവികമായ ഇടപെടൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് കോടതി വിധി. ഏതായാലും ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ ആളും ത്വരവും നോക്കാതെ വായ്ത്താരി അടിക്കുന്നവർ ഇനിയെങ്കിലും ജാഗ്രത പാലിക്കുക.